ഇനി നിങ്ങൾ ആരും ഓടിക്കാറില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കൾ നാട്ടിൽ ആരെങ്കിലും ഈ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ, നിങ്ങളാരും ഓടിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് ആ വാഹനം ഇടിച്ച് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, കേട്ടോളൂ, ഒരാൾ മരിക്കണമെങ്കിൽ ബൈക്ക് ഇടിക്കണമെന്നും ജീപ്പ് ഇടിക്കണമെന്നും ഒന്നുമില്ല, സൈക്കിൾ ഇടിച്ചാലും മരിക്കും. കാരണം എൻ്റെ പോലീസ് ബാച്ചിലുള്ള ഏറ്റവും അടുത്ത സുഹൃത്തായ എൻ്റെ സഹപ്രവർത്തകൻ 2 കൊല്ലം മുമ്പ് മരിച്ചത് സൈക്കിൾ ഇടിച്ചിട്ടാണ്. ഒരു ASI ആയിരുന്നു അദ്ദേഹം, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായിരുന്നു. ഞാൻ പറഞ്ഞത് സൈക്കിൾ ഇടിച്ചാൽ പോലും മരിച്ചേക്കാം. നിർഭാഗ്യവശാൽ നമ്മൾ ലൈസൻസ് ഇല്ലാത്ത ആൾ വണ്ടി ഓടിച്ച് ഒരാൾ മരിച്ചു എന്ന് കരുതുക. ആ മരിച്ച ആൾക്ക് കോടതി എത്രയാണ് നഷ്ടപരിഹാരം അവരുടെ വീട്ടുകാർക്ക് വിധിക്കുന്നത്? എങ്ങനെ വിധിക്കുക എന്നറിയോ? മരിച്ച ആളുടെ പ്രായം ആദ്യം നോക്കും, 25 വയസ്സ്. അടുത്ത് നോക്കും എന്താണ് ജോലി നോക്കും. ഓരോ ജോലിക്കും ഓരോ, കാരണം ആ ജോലി എത്ര കാലം ചെയ്യും, അത് ചെയ്താൽ എത്ര വരുമാനം അദ്ദേഹം ആ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കും എന്ന് നോക്കിയിട്ടാണ് നഷ്ടപരിഹാരം കൊടുക്കുക. ഒരു ഡോക്ടർ, നിർഭാഗ്യവശാൽ ഒരു ഡോക്ടറാണ് മരിച്ചെന്ന് കരുതുക. ഡോക്ടർക്ക് റിട്ടയർമെൻ്റ് ഒന്നുമില്ല. സ്റ്റെതസ്കോപ്പ് വെച്ച് ആ കിടി മിടിപ്പ് ചെവി കേൾക്കണ വരെ ഡോക്ടർക്ക് പരിശോധിക്കാം, അല്ലേ? 80 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാം. അതുവരെയുള്ള അദ്ദേഹം എത്ര വരുമാനം ഉണ്ടാക്കുമെന്ന് നോക്കി 3 കോടിയാണ് അതിന് നഷ്ടപരിഹാരം ഇടയെങ്കിൽ ആ 3 കോടി കൊടുക്കാൻ നിങ്ങളുടെ രക്ഷിതാവ്, അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ ബാധ്യസ്ഥനാണ്. നമ്മുടെ വീട് വിറ്റാൽ കിട്ടുമോ? കിട്ടൂല. വീട് വിറ്റ് കളയാൻ പറ്റുമോ? പറ്റില്ല. വീട് വിറ്റാലും തികയില്ല. അങ്ങോ എന്തു ചെയ്യും? ബാക്കി കൊടുക്കാനില്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങളോട് പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടുകാരോട് പറയാൻ. നിങ്ങളാരും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഇവനെ പഠിപ്പിച്ച് വരികയാണ്. പഠിപ്പിച്ച്